ഹലോ, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? എക്സാമുകൾ ഇനി ഒരുപാട് വരുന്നുണ്ട്. CSEB ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കൃത്യസമയത്ത് നന്നായിട്ട് പഠിക്കണം. ഈ എക്സാം പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘട്ടമാണ് PYQ കവർ ചെയ്ത് പോകുക എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ PYQ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ വരുന്ന എക്സാമുകൾക്ക് എന്ന്. എത്ര പ്രാവശ്യമാണ് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കാണ്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കട്ട് ഓഫിൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നതിന് തുല്യമായിരിക്കും. നമ്മൾ PYQ കവർ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും PYQ നോക്കാണ്ടിരിക്കരുത്. നമുക്ക് കുറച്ചായിട്ട് PYQs നോക്കി പോവാം. ഒരു 30 പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതും അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്ക് 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് നോക്കി നമുക്ക് ഒരു 30 നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി 30 വെച്ച് നോക്കാം. എന്നിട്ടൊരു 1000 PYQ എങ്കിലും നമ്മൾ ഒരു മാസത്തിനുള്ളിലൊക്കെ കവർ ചെയ്ത് പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം. എല്ലാവരും അത് വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കണം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വായിച്ച് പോകുന്നേ ഉള്ളൂ. നിങ്ങളത് നോട്ട് ചെയ്യണം. നിർബന്ധമായിട്ടും അത് നോട്ട് ചെയ്ത് പഠിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവുകയോ ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റോബർട്ട് ഓവൻ വാസ് ബോൺ ഓൺ. റോബർട്ട് ഓവൻ എന്നാ ജനിച്ചിട്ടുള്ളതെന്ന് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. 1771 മെയ് 14. ഓക്കെ, ക്ലിയർ ആയില്ലേ? അതിപ്പോൾ തന്നെ പഠിച്ചോളൂ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ വയലറ്റ് കളർ ഓഫ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിനോട്ട് ഫെൽറ്റ് നീഡ്. നെക്സ്റ്റ്, ഇൻ വിച്ച് കൺട്രി ദ കോപ്പറേറ്റീവ് ലോ ഈസ് നോട്ട് യെറ്റ് എനുൻഷിയേറ്റഡ്. ഡെൻമാർക്കിൽ ഇതുവരെ കോപ്പറേറ്റീവ് ലോ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഓക്കെ, അടുത്തത്, ദ 2 പൈനിയേഴ്സ് ഇൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി, ഡ്രെയ്ഫസനും ഷൂൾസും. അതെല്ലാവർക്കും അറിയാവുന്നതാവും. നമ്മൾ ആദ്യം പഠിക്കുന്നത് തന്നെ അതായിരിക്കും. അതൊരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, വിച്ച് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഗേവ് ഷേപ്പ് ടു ICA. ഏതാണ്? ലണ്ടൻ കോൺഗ്രസ് ആണ്. 1895 ലണ്ടനിൽ വെച്ച് നടക്കുന്ന കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ICA രൂപീകരിക്കുന്നത്. സിക്സ്ത്, ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. AM ഖുഷ്രു ആണ്. അപ്പോൾ AM ഖുഷ്രു ആണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ. നമുക്ക് കുറച്ച് കമ്മിറ്റികൾ പഠിക്കാനുണ്ട്. അതിലൊരു കമ്മിറ്റിയാണിത് കേട്ടോ. അടുത്തത്, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് മാനേജിംഗ് ഡയറക്ടർ. നമ്മൾ സെക്രട്ടറി എന്നാണ് പറയാറ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ. എന്നാൽ ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റിയിൽ അത് MD ആണ് കേട്ടോ, മാനേജിംഗ് ഡയറക്ടറാണ്. എട്ടാമത്തെ, കേപ്പ് വാസ് രജിസ്റ്റേർഡ് ആസ് പെർ ഡാഷ് ആക്ട്. ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് കേപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് 1999 ഏപ്രിൽ 7 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കുറച്ച് ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് പഠിക്കാനുള്ളൂ. നമ്മളത് നോക്കി അത് കൃത്യമായിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഒമ്പതാമത്തെ, ഹൂ ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ഡിസ്ചാർജ് വൗച്ചർ ഫയൽ. വാല്യുവേഷൻ ഓഫീസർ. ഓക്കെ, ഡിസ്ചാർജ് വൗച്ചർ ഫയൽ ആരുടെ കസ്റ്റഡിയിലായിരിക്കും? വാല്യുവേഷൻ ഓഫീസറാണത് കൈവശം വെക്കുന്നത് കേട്ടോ. ഓക്കെ, പത്താമത്തെ ക്വസ്റ്റ്യൻ, ദ റെഗുലേറ്റഡ് മാർക്കറ്റ് വർക്കിംഗ് ഇൻ കേരള ആർ റെഗുലേറ്റഡ് ബൈ മദ്രാസ് കൊമേഴ്സ്യൽ ക്രോപ്സ് ആക്ട് ആണ് കേട്ടോ. അതിന് റെഗുലേറ്റ് ചെയ്യണത്. ഇപ്പോൾ റെഗുലേറ്റഡ് മാർക്കറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് ഏത് ആക്ട് പ്രകാരമാണ് കേരളത്തിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? KCS ആക്ട് അല്ല, മദ്രാസ് കൊമേഴ്സ്യൽ ക്രോപ്സ് ആക്ട് ആണ്. 11, കേര മിൽക്ക് ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിനേശ് ഫുഡ്സ്. ദിനേശ് ഫുഡ്സിൻ്റെ പ്രൊഡക്റ്റാണ് കേര മിൽക്ക്. ഇങ്ങനെ ചില ബ്രാൻഡ് നെയിമുകളും അത് ആര് പ്രൊഡ്യൂസ് ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 12, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു SPCS. അവിടെ പ്രൈമറി സൊസൈറ്റി എന്ന് എഴുതിയിട്ടുള്ളത്. ഈ SPCS എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അപ്പെക്സ് ആണെന്ന്. പക്ഷേ അത് അപ്പെക്സ് അല്ല, അത് പ്രൈമറി സൊസൈറ്റിയാണ്. അതിൻ്റെ ആൻസർ പ്രൈമറി എന്നാണ്. ഓപ്ഷൻസിൽ അപ്പെക്സ് സൊസൈറ്റി, ഫെഡറൽ, അതുപോലെ പ്രൈമറി, ഇങ്ങനെ 2-3-4 ഓപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതൊരു പ്രൈമറി സൊസൈറ്റിയാണ്. അടുത്തത്, ട്രേഡ് ഡെപ്പോസിറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റഡ് ബൈ ഡാഷ് സൊസൈറ്റീസ്. കൺസ്യൂമർ സൊസൈറ്റിയാണ്. ട്രേഡ് ഡെപ്പോസിറ്റും ഉണ്ട്, ട്രേഡ് ക്രെഡിറ്റും ഉണ്ട്. അതിൽ ഡെപ്പോസിറ്റ് കൺസ്യൂമറും ക്രെഡിറ്റ് മാർക്കറ്റിങ്ങുമാണ്. നെക്സ്റ്റ്, ഫസ്റ്റ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ കൺട്രി. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അപ്പോൾ കേരളത്തിൻ്റെ നമ്മുടെ കേരള ബാങ്കില്ലേ, അതാണ് ഫസ്റ്റത്തെ ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഈ ഷെഡ്യൂൾഡ് എന്ന് പറയുന്നത് എന്താണ്? RBI ആക്ടിലെ 2nd ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അടുത്തത്, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കൊയർ ബോർഡ് ഈസ് അറ്റ് കൊച്ചിൻ. കൊയർ ബോർഡാണ്. കൊയർ ഫെഡ് ഉണ്ട്, കൊയർ ബോർഡ് ഉണ്ട്, കൊയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്.
അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് വേറെ വേറെ സ്ഥലങ്ങളിലാണ്. കൊയർ ബോർഡ് അത് കൊച്ചിയിലാണ്. അടുത്തത് ആക്ട് ആൻഡ് റൂളത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ആക്ട് ആൻഡ് റൂളത്തെ ക്വസ്റ്റ്യൻസ് ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഷാൽ ബി ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ടു അപ്പോയിൻറ്റ് എംപ്ലോയി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത് മാനേജിംഗ് കമ്മിറ്റിക്കാണ്. നമ്മുടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ജനറൽ ബോഡി, മാനേജിംഗ് കമ്മിറ്റി, CSEB എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഫസ്റ്റ് ഏത് ഓപ്ഷനിലേക്കാണോ പോണത് അത് ഫസ്റ്റത്തെ ഒന്നാമത്തേതായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിക്കൊന്നും പോകരുത്. മാനേജിംഗ് കമ്മിറ്റിയാണ് ഒരു എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ അധികാരമുള്ള കമ്മിറ്റി എന്ന് പറയുന്നത്. മാനേജിംഗ് കമ്മിറ്റിയാണ്. അതോറിറ്റി മാനേജിംഗ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ്, ദ CSEB ഷാൾ കണ്ടക്ട് ദ റിട്ടൺ എക്സാമിനേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് റിക്വസിഷൻ ഫ്രം ദ സൊസൈറ്റി 3 months. ആ സൊസൈറ്റിയുടെ അടുത്തുനിന്ന് റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ CSEB എത്ര മാസത്തിനുള്ളിൽ ആ റിട്ടൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യണം? 3 മാസം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, നമുക്ക് പൊതുവേ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ 3 മാസം പഠിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഒരു എക്സാം നടന്ന് അടുത്ത 3 months എപ്പോഴും ഒരു 3 മാസം നമുക്ക് എപ്പോഴും ടൈം കിട്ടാറുണ്ട്. അപ്പോൾ ഒരു 3 മാസം നമ്മളവിടെ ഓർത്ത് വെക്കുക. മിനിമം നമുക്ക് 3 മാസം കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, വിത്ത് സെക്ഷൻ ഓഫ് KCS Act 1969 ഡീൽസ് വിത്ത് അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർ ഓർഡർ. സെക്ഷൻ 78 ആണ്. സെക്ഷൻ 78 ഇതിനെക്കുറിച്ച് പറയുന്നത്. അടുത്തത്, എനി ആപ്ലിക്കേഷൻ മാർക്ക് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ആൻ ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ അണ്ടർ സെക്ഷൻ 82, 84, 85 ഓർ 86 ആൻഡ് എവരി ഓർഡർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 83 ഓഫ് ദി ആക്ട് 1969 ഷാൽ ബി ഫയൽഡ് വിത്തിൻ 12 years. എക്സിക്യൂഷനാണ്. എക്സിക്യൂഷൻ എപ്പോഴും എന്ത് വേണം? 12 വർഷത്തിനുള്ളിലാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 12 വർഷത്തിനുള്ളിലാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അടുത്തത്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് മേ ഓപ്പൺ ബ്രാഞ്ചസ് ഓൺലി വിത്ത് ദ പ്രയർ സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ. അവിടെ കൺഫ്യൂഷൻ ആവരുത്. കാരണം രജിസ്ട്രാർ ഗവൺമെൻറ്, രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ്, RBI ഇങ്ങനെ വരുമ്പോഴാണ് എപ്പോഴും തെറ്റിപ്പോകുന്നത്. അപ്പോൾ രജിസ്ട്രാർ ആണെന്ന് കൃത്യമായി പഠിച്ചു വെക്കുക കേട്ടോ. ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ പ്രയർ സാങ്ഷൻ വേണം? രജിസ്ട്രാറിൻ്റെ. 21ാമത്തെ ക്വസ്റ്റ്യൻ, റൂൾ 66A ഓഫ് KCS Act 1969 ഡീൽസ് വിത്ത് എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗത്ത് ഒരു 60 വരുന്ന 63 ഓഡിറ്റ്, അതുപോലെ 64, 65, 66 ഈ റൂളും സെക്ഷനുകളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് റിവിഷൻ ചെയ്ത് തന്നെ പഠിക്കണം. നെക്സ്റ്റ്, ദ കസ്റ്റോഡിയൻ ഓഫ് കോമൺ ലിക്വിഡേഷൻ ഫണ്ട് ആസ് പെർ റൂൾ 69 സബ് റൂൾ 10 ഓഫ് KCS റൂൾ 1969 ഷാൽ ബി അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് ദ താലൂക്ക്. ഈ കോമൺ ലിക്വിഡേഷൻ ഫണ്ട് ഇല്ലേ, ലിക്വിഡേഷൻ ഫണ്ട് നമ്മൾ ഒരു ലിക്വിഡേറ്റർ ഒരു സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ആ ഒരു ഫണ്ട് ഈ കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് കൈകാര്യം ചെയ്യണത് ആരാണ്? അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് താലൂക്കാണ്. ആ താലൂക്കിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആയിരിക്കും ഈ ഫണ്ട് കൈകാര്യം ചെയ്യുക. നെക്സ്റ്റ്, ഇഫ് ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ബൈലോ അമെൻഡ്മെൻറ്റ് ഈസ് റെഫ്യൂസ്ഡ് ബൈ ദ രജിസ്ട്രാർ ദ അഗ്രീവ്ഡ് സൊസൈറ്റി മേ ഫയൽ ആൻ അപ്പീൽ ബിഫോർ ഗവൺമെൻറ്. രജിസ്ട്രാർ റെഫ്യൂസ് ചെയ്താൽ നേരെ നമ്മൾ എവിടേക്ക് പോകണം? ഗവൺമെൻറ്റിലേക്കാണ് അപ്പീൽ പോകേണ്ടത്. അടുത്ത് നോക്കൂ, ദ മാക്സിമം നമ്പർ ഓഫ് മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി സ്പെസിഫൈഡ് ഇൻ ഡാഷ് ഓഫ് KCS Act 1969. സെക്ഷൻ 28 സബ്സെക്ഷൻ 1A മാക്സിമം നമ്പർ ഓഫ് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, സർട്ടിഫൈങ് കോപ്പീസ് ഓഫ് റെസൊല്യൂഷൻ ഓർ എൻട്രീസ് ഇൻ ദ ബുക്സ് എക്സെട്ര ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇഷ്യൂഡ് ടു എ മെമ്പർ ഷാൽ ബി സൈൻഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ് ആസ് പെർ റൂൾ 32 ഓഫ് KCS റൂൾ 1969. ആരാണ്? പ്രസിഡൻറ്റ് ഓർ സെക്രട്ടറി ആൻഡ് 2 കമ്മിറ്റി മെമ്പേഴ്സ്. അപ്പോൾ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ അവർ മാത്രം പോരാ, 2 കമ്മിറ്റി മെമ്പേഴ്സും കൂടെ സൈൻ ചെയ്യണം. സർട്ടിഫൈഡ് കോപ്പീസിൽ കേട്ടോ. സർട്ടിഫൈഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ, അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെ ആര് സൈൻ ചെയ്താലും അവരുടെ കൂടെ 2 കമ്മിറ്റി മെമ്പേഴ്സ്. അടുത്തത്, ദ രജിസ്റ്റർ ഓഫ് കണ്ടംപ്റ്റ് ആർട്ടിക്കിൾസ് ആർ കെപ്റ്റ് ബൈ ദ സൊസൈറ്റി ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ആസ് പെർ റൂൾ 31 ഓഫ് KCS റൂൾ 1961 1 year. അതായത് റൂൾ 31 പറയുന്നത് ഒരു സൊസൈറ്റി അവരുടെ ഡോക്യുമെൻറ്റ്സ് എത്ര വർഷം വരെ കെപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ 12 വർഷമുണ്ട്, 5 വർഷം, 3 വർഷം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് പല വർഷങ്ങളിൽ കെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്.
അതിൽ ഏറ്റവും സുഖമുള്ളതാണ് ഈ ഒരു വർഷം മെയിൻറ്റെയിൻ ചെയ്യേണ്ട കണ്ടംറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. കാരണം അവിടെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഒരു വർഷം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പഠിക്കാനില്ല. ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒരു വർഷം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കണ്ടംറ്റ് ആർട്ടിക്കിളാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഇൻ എ സൊസൈറ്റി ഷാൽ ബി ഡിസൈഡഡ് ബൈ ദ മാനേജിംഗ് കമ്മിറ്റി വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ 2 months. ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മെമ്പർഷിപ്പിന് വേണ്ടി മാനേജിംഗ് കമ്മിറ്റിക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടിയാൽ 2 മാസത്തിനുള്ളിൽ ഈ മെമ്പർഷിപ്പ് അനുവദിക്കണോ വേണ്ടയോ എന്നുള്ളത് അവർ തീരുമാനിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ്. ദ നോമിനേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി മെയ്ഡ് ഇൻ ഫോം നമ്പർ 36. നോമിനേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 36ലാണ്. ഫോമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 39 ഫോമുകൾ പഠിക്കാനുണ്ട്. അതിൽ തന്നെ 34 പറയണത് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. 36 പറയുന്നത് എന്താണ്? നോമിനേഷൻ കൊടുക്കാനാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനി ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി ഫയൽഡ് ബിഫോർ ഗവൺമെൻറ്. അപ്പോൾ ഈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിലേക്കാണ്. നമ്മൾ ആർബിട്രേഷൻ കോർട്ടിലേക്കല്ല, ഗവൺമെൻറ്റിലേക്കാണ് കേട്ടോ. ഓക്കെ. നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ഇത് ഒരു അമെൻഡ്മെൻറ്റ് കൂടിയാണ്. 3 വർഷമായിരുന്നു ആ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് 3 വർഷത്തിനുള്ളിലായിരുന്നു അദ്ദേഹം ആ ഒരു ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ അത് 2 വർഷമാക്കിയിട്ടുണ്ട് കേട്ടോ. 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത വർഷത്തേക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കൊടുത്ത് ഏതെങ്കിലും ഒരു ജോലി ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരുപാട് ബുക്കുകളും അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസും ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് എന്തായാലും മാക്സിമം PYQ കവർ ചെയ്യണം. എവിടെ നിന്നൊക്കെയാണോ നമുക്ക് PYQ കിട്ടുന്നത് അതൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാനും ഇവിടെ മാക്സിമം PYQ അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങളത് കണ്ട് നന്നായിട്ട് അത് ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോകണം. പിന്നേക്ക് വെക്കരുത്.